ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വിനായക ചതുർത്ഥി എന്നിട്ടാ. വിനായക ചതുർത്ഥിയുടെ ഭയങ്കര ആഘോഷമാണ്. അപ്പം നമ്മൾ ഗണേശിനെ വാങ്ങിക്കാൻ വേണ്ടി പോക്കാന്ന് എല്ലാവരും ഉണ്ട് കേട്ടോ. ചായ എല്ലാം കുടിച്ച് കുട്ടിയുണ്ട്, ഇവിടെ ഇരിക്കുന്നുണ്ട്, ഉണ്ട്, വണ്ടി ഓടിക്കുന്നുണ്ട്, അതുകൊണ്ട് ഹായ്. അപ്പം പിന്നെ ഇതിൻ്റെ ചെറിയ വിശേഷങ്ങളാണ് കേട്ടോ. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് കേട്ടോ. ഉണ്ടാവും ഗണേശന് ഒരുപാട് ഗണേശനെല്ലാം കണ്ടുവന്നിട്ടുണ്ട്. അവിടെ വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് തിരക്കാണ് ഇതില്ല, കണ്ടില്ലേ? മഴയുമാണ്, തിരക്കാണ്, കണ്ടില്ലേ? അടിപൊളി തിരക്കുകൾ, കുറേ ഇലകളും, മാവിൻ്റെ ഇല, എരിക്കിൻ്റെ ഇല, മാലകൾ, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. ഭയങ്കര തിരക്കാണ്. അതിന് നമ്മൾ വാങ്ങിക്കട്ടെ കേട്ടോ. എത്ര ചോദിക്കറാ? നമ്മള് വീട്ടിലെത്തിട്ടാ. വീട്ടിലെത്തി ഞാൻ കാണിച്ചു തരാട്ടാ നമ്മൾ എന്തെല്ലാം വാങ്ങിച്ചത് എന്നല്ല. ഇതുപോലെ മാലയാക്കല നട്ടാ ഗണപതിൻ്റെ. ഗണപതി എല്ലാം ഡോറിന് വെക്കാൻ വേണ്ടിയിട്ട് ഫോൾഡ് ചെയ്യുക, ടീസാണ് എടുത്തിട്ട് കുത്തുക, എത്ര ഇട്ടത്താക്കുന്നു ഉള്ളിലാക്കിയിട്ട് അതും അതുണ്ടാക്കുന്നത് ഉണ്ടോ. മാഞ്ചപ്പ് ഇങ്ങനെ ആക്കുവാൻ അരുവട്ടനാന്നേ ആക്കുന്നേ. ഞാനിത് ഇങ്ങനെ പിടിച്ചു വെക്കുന്ന കേട്ടാ. എണ്ണ ഒരു പണിയും ഇല്ലാണ്ടതാ അബി കണ്ട. അബിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അബീൻ്റെ പണിയാണ് ഇത് കേട്ടാ. ഒരു പണിയും ഇല്ലാണ്ട് പരീക്ഷ കൊടുക്കുന്ന അബി ഇങ്ങനെ ആക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ഇതെല്ലാം ഒരേ ലെവൽ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്താൽ മതി. നല്ല രസമുണ്ട് കാണാം കേട്ടോ. എങ്ങനെ ചെയ്യാം ഇത് നമുക്ക് ഇങ്ങനെ ഇവിടെ കെട്ടിക്കൊടുക്കാം കേട്ടോ. ഉണ്ടാ ഡോറിൻ്റെ മുന്നിൽ ഇങ്ങനെ കെട്ടിക്കൊടുക്കാം കേട്ടോ. ഇതുപോലെ സെറ്റായിട്ട് കേട്ടോ. മതാ നമുക്കറിയാം. പൂവും കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. ആദ്യ ഗണപതിനെ കാണുന്നില്ല. ഗണപതിനെ കാണുന്നില്ല. പിന്നെ നമ്മൾ ഗണപതിക്കുള്ള പ്രസാദം റെഡിയാക്കലെന്ന് കേട്ടാ. ഉരുട്ടി റെഡിയാക്കുന്നുണ്ട്. അതുപോലെ ഞാൻ ഇലയിലൊക്കെ വെച്ചിട്ട് ആവി കയറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇലയും പുതിർത്തിനെ ഇതാട്ടോ. അത് നമുക്ക് വേവിച്ചിട്ട് അതൊരു പ്രസാദമാക്കി വെക്കാം കേട്ടോ. നമ്മൾ ഗണേശനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളിങ്ങനെ ആക്കല്ലേ കേട്ടോ. ശരി, നമ്മളെ ഗണപതിയാട്ട ഇത്. എന്നിട്ട് അതുവാ നോക്കുന്നത് ഗണപതിനെ. നമ്മൾ ഇതിൻ്റെ കവറെല്ലാം ഒന്നും മാറ്റില്ലെന്ന്. അതുകൊണ്ട് സ്കൂളിൽ നിന്ന് കിട്ടിയ ഗണേശാണ് കേട്ടാ. ഇതിൻ്റെ മണ്ണിൻ്റെ. അപ്പോൾ നമ്മൾ അതും വെക്കുന്നുണ്ട് കേട്ടോ.
ചൂടുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ അടുത്ത് തന്നെ കേട്ടോ നമ്മളെ പൂജാ റൂമെല്ലാം അതിൻ്റെ അടുത്താണ്. ഇത് വെളിച്ചെണ്ണയൊക്കെ വെക്കുന്ന സ്ഥലം. തേങ്ങ പൊട്ടിച്ചിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. കുങ്കുമം വരട്ടുന്നുണ്ട് കേട്ടോ. നമ്മൾ വിളക്കെല്ലാം കത്തിച്ച് വെച്ചു. നമുക്കറിയാവുന്ന പോലെ നമ്മൾ പൂജ ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ പ്രസാദം ഉണ്ടാക്കിയായിരുന്നു. കടല വേവിച്ചതും അത് എന്നിട്ട് കടുകിലിട്ട് വറുത്തിട്ട് അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇത് മോദക്ക് പോലെ ഉണ്ടാക്കിയതാണ്. പിന്നെ സ്വീറ്റ് വാങ്ങിച്ചായിരുന്നു, ലഡുമണി അതൊക്കെ വെച്ചായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്കാവുന്ന പോലെയെല്ലാം നമ്മൾ പൂജയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെന്താ, പിന്നെ ഇവിടുത്തെ വലിയൊരു ആഘോഷമാണ് കേട്ടോ. ഗണപതിനെ വെക്കൽ, ഗണേശ് ചതുർത്ഥി വലിയൊരാഘോഷമാണ്. അപ്പം അത് 11 ദിവസം വെക്കുന്നവരുണ്ട്. 3 ദിവസം തൊട്ട് 11 ദിവസം വരെ വെക്കുന്നവരുണ്ട് കേട്ടോ. 3 ദിവസം, പിന്നെ 5 ദിവസം, 7 ദിവസം, 9 ദിവസം, പിന്നെ 11 ദിവസം. ഇങ്ങനെ ഇലകളെല്ലാം ഇവിടെ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ താഴെ വെച്ചത് കേട്ടോ ഇലകളെല്ലാം. ഇത്രയൊക്കെയുള്ളൂ കേട്ടോ നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.